നമസ്കാരം. SUT പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിശബ്ദ രോഗങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് വൃക്ക സംബന്ധമായ രോഗങ്ങൾ, പ്രത്യേകിച്ചും ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ CKD. ലോക ജനസംഖ്യയുടെ ഒരു 10 മുതൽ 11% വരെ CKD ബാധിതരാണെങ്കിൽ ഇന്ത്യയിൽ അത് ഏകദേശം 14%. ഇന്ന് വൃക്ക രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും പ്രത്യേകിച്ചും കിഡ്നി ട്രാൻസ്പ്ലാന്റ് അഥവാ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളോട് സംസാരിക്കാനായി എൻ്റെ ഒപ്പമുള്ളത് SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റായ ഡോക്ടർ വിഷ്ണു RS ആൻഡ് ഡോക്ടർ നയന വിജയ്. വെൽക്കം ബോത്ത് ഓഫ് യു ടു ദി ഷോ. സാറിൽ തന്നെ തുടങ്ങാം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ നിശബ്ദ രോഗം എന്നാണ് വൃക്കരോഗത്തെ പലപ്പോഴും പറയുന്നത്. ആരംഭത്തിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും ഗുരുതരാവസ്ഥയിലായിരിക്കുമ്പോഴാണ് പല രോഗികളും തിരിച്ചറിയുക. ഇത് ആരംഭത്തിൽ ഈ രോഗം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും വൃക്കരോഗം എന്ന് പറയുന്നത് പലപ്പോഴും അവസാന ദശയിലാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. ആരംഭത്തിൽ ലക്ഷണങ്ങൾ കുറവായിരിക്കും. കാരണം ഈ ഹൃദയത്തിൻ്റെ അസുഖമാണെങ്കിൽ നെഞ്ചുവിന് ഒരു ആൾക്കാർ പെട്ടെന്ന് ആശുപത്രി പോകും. അതേപോലെ കരളിൻ്റെ അസുഖമാണെങ്കിൽ മഞ്ഞ കളർ കാണും, അങ്ങനെ പലതും. പക്ഷേ വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും വളരെ കുറവാണ്. കാലിലുണ്ടാകുന്ന ചെറിയ നീര്, മുഖത്തുണ്ടാകുന്ന ചെറിയൊരു നീര്, മൂത്രം ഒഴുകും പതഞ്ഞു വരിക, ഇതായിരിക്കും ആദ്യത്തെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ആൾക്കാർ പലപ്പോഴും ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ് പതിവ്. പിന്നെ വൃക്കരോഗം കണ്ടുപിടിക്കപ്പെടാതെ വൃക്കരോഗം മൂർച്ഛിച്ച് പോവുകയാണെങ്കിൽ രക്തത്തിലെ അയണിൻ്റെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുക, എല്ലുകളുടെ ബലക്ഷയം ഉണ്ടാവുക, ദേഹത്ത് ചൊറിച്ചിലുണ്ടാവുക, ദേഹത്ത് ആകമാനം നീരുണ്ടാവുക, ശ്വാസം മുട്ടലുണ്ടാവുക തുടങ്ങിയ രോഗലക്ഷണങ്ങളോട്ട് പോകും. അതുപോലെ ചെറുപ്പക്കാരിലുണ്ടാവുന്ന രക്തസമ്മർദ്ദവും 40 വയസ്സിന് താഴെയുള്ള ആൾക്കാരിലുണ്ടാകുന്ന രക്തസമ്മർദ്ദവും ഒരുപക്ഷെ വൃക്കയുടെ അസുഖങ്ങൾ ഉണ്ടാവുന്നതായിരിക്കാം. അങ്ങനെയാണ് ഇതുണ്ടാവുന്നത്. അപ്പോൾ ഈ ആരംഭത്തിലെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും ബ്ലഡ് ടെസ്റ്റോ ഇൻവെസ്റ്റിഗേഷൻസോ വെച്ചിട്ട് തുടക്കത്തിലേ ഇത് തിരിച്ചറിയാനായിട്ട് സാധിക്കും? തീർച്ചയായും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ലക്ഷണങ്ങളില്ലാത്തടത്തോളം നമ്മളത് മിസ്സാക്കാനുള്ള സാധ്യത എല്ലാ പേഷ്യൻസിലും കൂടുതലാണ്. അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ, അത് ആക്റ്റീവായിട്ട് ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. ഏറ്റവും ബേസിക്കായി മൂത്രവും ബ്ലഡും ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ്. മൂത്രത്തിൽ യൂറിനിൽ പ്രോട്ടീൻ, ബ്ലഡ് ഇതിൻ്റെയൊക്കെ അളവ് വെച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. രണ്ടാമതായി റീനൽ ഫങ്ഷൻ ടെസ്റ്റ്. അതൊരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത്, യൂറിയ, ക്രിയാറ്റിനിൻ, പിന്നെ ഇലക്ട്രോലൈറ്റ്സ്, സോഡിയം, അങ്ങനെയുള്ള ലവണങ്ങളുടെ അളവ്, പിന്നെ ഹീമോഗ്ലോബിൻ, ഇങ്ങനെയുള്ള ബേസിക് ടെസ്റ്റുകളിൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഇത്രയും നമുക്കൊരു പ്രൈമറി ലെവലിൽ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഒരു നെഫ്രോളജിസ്റ്റിനെ കണ്ട് ഹയർ ലെവൽ ടെസ്റ്റുകളാണ്. വയറിൻ്റെ സ്കാൻ, കിഡ്നിയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നേരിട്ട് അറിയാനുള്ള വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ, പിന്നെ അതിനോട് ചേർന്ന് എന്ത് അസുഖമാണോ അതിനോട് ചേർന്ന് കുറേ ടെസ്റ്റുകൾ വരും. അതെല്ലാം പക്ഷേ ഒരു നെഫ്രോളജി കൺസൾട്ടൻറ്റിനെ കണ്ടതിന് ശേഷമേ പോകാൻ പറ്റുള്ളൂ. അപ്പം എല്ലാ പേഷ്യൻസിനും ഇതെല്ലാം ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും പ്രാവർത്തികമായിരിക്കില്ല. പൊതുവേ ഗൈഡ് ലൈൻസിൽ പിന്നെ നമ്മൾ ഡോക്ടേഴ്സും അഡ്വൈസ് ചെയ്യുന്നത് കിഡ്നി രോഗം വരാൻ റിസ്ക് ഉള്ളവർ, ഉദാഹരണത്തിന് കിഡ്നി അസുഖങ്ങളുടെ കോസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഉള്ളതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ടിന് അസുഖം, കരളിന് അസുഖം ഉള്ളവർക്കൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ റിസ്ക് ഉള്ള ആൾക്കാർ ഈ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. പിന്നെ ഫാമിലിയിൽ കിഡ്നി രോഗമുള്ളവരോ മൂത്രത്തിൽ കല്ലുള്ളവരോ ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. റിസ്ക് ഗ്രൂപ്പുകൾ പ്രത്യേകിച്ച്. ഒരു രോഗിക്ക് വൃക്കരോഗം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചികിത്സാ രീതികൾ എങ്ങനെയാണ്? അതായത് വൃക്കരോഗം എന്ന് പറയുന്നത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ വൃക്കരോഗം 70% ഉണ്ടാകുന്നത് ജീവിതശൈലി രോഗങ്ങളുണ്ടാണ്. പ്രമേഹം, രക്തസമ്മർദ്ദം, അതിന് പ്രത്യേകിച്ചില്ല, അതൊക്കെ ചികിത്സിക്കുക എന്നുള്ളത് പിന്നെ നോക്കി പോകുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ 30% വൃക്കരോഗങ്ങൾ ഉണ്ടാകുന്നത് വൃക്കയ്ക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ കൊണ്ടാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, അത് ചെയ്ത് നോക്കുക. അതിനുശേഷം പലപ്പോഴും കറക്റ്റ് കണ്ടുപിടിക്കുന്നത് കിഡ്നി ബയോപ്സി, വൃക്ക കുത്തി പരിശോധിക്കും. അപ്പോൾ അതെന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കും. അത് കുറച്ച് അസുഖങ്ങളുണ്ട്, ആ അസുഖങ്ങൾക്കുള്ള സ്പെസിഫിക് ചികിത്സകളുണ്ട്, ഒരു 1-2 വർഷം നീണ്ടു നിൽക്കുന്ന ചികിത്സകൾ. ഇത് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴും അസുഖം നിയന്ത്രണത്തിൽ നിൽക്കാറുണ്ട്, മൂർച്ഛിക്കാതെ. എന്നിരുന്നാലും ചിലപ്പോൾ ചില അസുഖങ്ങൾ മോശപ്പെട്ട് പോകാറുണ്ട്. പിന്നെ പലപ്പോഴും ചില അസുഖങ്ങൾ താമസിച്ചായിരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കിഡ്നിയുടെ പ്രവർത്തനം 10% താഴാവുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പിന്നെ കിഡ്നിയെ കൊണ്ട് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ റൺ ചെയ്യാൻ പറ്റില്ല. അപ്പം ഒന്നുകിൽ ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ്, ഈ 2 ഓപ്ഷനിലോട്ട് നമ്മൾ പോകേണ്ടി വരും. ഈ 2 ഓപ്ഷൻ വരുമ്പോൾ ഡയാലിസിസ് കൊണ്ട് വൃക്ക മാറ്റി വെക്കുന്നു, ഇതിൽ രണ്ടിലും ഏതായിരിക്കും പേഷ്യൻസിന് കൂടുതൽ ഗുണം ചെയ്യുന്നത്? ഓക്കെ, ഈ 2 ട്രീറ്റ്മെൻറ്റിനെയും നമ്മൾ റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയുടെ അടിയിലാണ്, ബ്രോഡ് കാറ്റഗറിയുടെ അടിയിലാണ് വരുന്നത്. ഇതിന് രണ്ടിനും അതിൻ്റേതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. എന്നിരുന്നാലും ലോകത്തുള്ള ഏതൊരു നെഫ്രോളജിസ്റ്റിനോട് ചോദിച്ചാലും അവർ ട്രാൻസ്പ്ലാന്റിനൊരു മുൻതൂക്കം കൊടുക്കും. വേറൊന്നുമല്ല,
ഒരുപാട് ട്രയൽസിൽ ഒരുപാട് സ്റ്റഡീസിൽ നിന്നും പ്രൂവ് ആയിട്ടുണ്ട് ഒരു ഡയാലിസിസ് ചെയ്യുന്ന രോഗിയെക്കാളും എന്തുകൊണ്ടും ലൈഫ് സ്പാൻ ജീവിത ദൈർഘ്യം കൂടുതലുണ്ടാകുന്ന ട്രാൻസ്പ്ലാന്റ് പേഷ്യൻ്റാണ് ഫസ്റ്റ് റീസൺ. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാലം ജീവിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് അവർക്ക് തികച്ചും നോർമലായിട്ടുള്ള ഒരു ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റും. മുൻപുണ്ടായിരുന്ന ജോലി എന്താണെങ്കിലും അത്, ഫാമിലിയിലെ അവരുടെ റോളുകൾ എല്ലാം അവർക്ക് ഒരു നോർമൽ ആൾ എങ്ങനെയാണോ അതുപോലെ തന്നെ അവർക്ക് ജീവിച്ചു പോകാൻ പറ്റും. സോ ഒരു നെഫ്രോളജിസ്റ്റ് ഞങ്ങളെ സംബന്ധിച്ച് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞാൽ മാറാത്തൊരു രോഗമാണ്. അതിലുള്ള രോഗി കഷ്ടപ്പെട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മുൻപോട്ട് പോകുന്നതിനേക്കാളും എന്തുകൊണ്ടും ഒരാൾ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതും അവരങ്ങനെ ജീവിക്കുന്നതും കാണുന്നതാണ്. നമുക്കാണെങ്കിലും അതെ, പേഷ്യൻറ്റിനാണെങ്കിലും അവരുടെ പ്രൊഡക്ടിവിറ്റി ഫുൾ കിട്ടുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്തുകൊണ്ടും ട്രാൻസ്പ്ലാന്റ് മുന്നിലാണ്. പിന്നെ എപ്പോഴാണ് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും, അതായത് കിഡ്നിക്ക് പറ്റാത്തത് പകരം റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ട്രാൻസ്പ്ലാന്റിൽ ഒരു നോർമൽ കിഡ്നി അത് ചെയ്യുന്നെങ്കിൽ ഡയാലിസിസിൽ നമ്മൾ ഡയാലിസിസ് മെഷീൻ വെച്ച് ആ ഫങ്ഷൻസ് എല്ലാം ചെയ്തു പോവാണ്. അപ്പം ഒരു ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞൊരു മേജർ സർജറിയാണ്. വെന്റിലേറ്റർ, അനസ്തേഷ്യ ഇതെല്ലാം വേണ്ടി വരുന്നൊരു മേജർ സർജറി. അപ്പോൾ ആ സർജറി താങ്ങാൻ പറ്റാത്തൊരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ഡയാലിസിസ് ചെയ്ത് കൊടുക്കും. പിന്നെ ചില ആൾക്കാർക്ക് അസോസിയേറ്റഡ് ആയിട്ട് ഹാർട്ടിന് അസുഖവും അങ്ങനെയെല്ലാം ഉള്ളവർക്ക് ട്രാൻസ്പ്ലാന്റിലോട്ട് പോകാൻ പറ്റാത്തവർക്ക് നമ്മൾ ഡയാലിസിസ് മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഇതിനേക്കാളും എല്ലാം പ്രത്യേകിച്ച് പലപ്പോഴും ഡോണറിൻ്റെ ദൗർലഭ്യം, കൊടുക്കാനൊരു കിഡ്നി കിട്ടാതിരിക്കുന്ന സിറ്റുവേഷനിൽ ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ മരിച്ചു പോകും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഡയാലിസിസ് ഒരിക്കലും 100% റീപ്ലേസ്മെൻ്റ് ആവില്ല. ഒരു നോർമൽ കിഡ്നി ചെയ്യുന്നത് പോലുള്ള ഫങ്ഷൻ ആവില്ല. ഇപ്പം നമ്മളൊരു പേഷ്യൻറ്റിന് ട്രാൻസ്പ്ലാന്റ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഡോക്ടർ അതിനെ പറഞ്ഞതുപോലെ ഡോണറിൻ്റെ ഇഷ്യൂ, അതായത് മിക്കവർക്കും ഡോണർ കാണത്തില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അതായത് ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആവണം എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ബ്ലഡ് ഗ്രൂപ്പ് സെയിം അല്ലാത്തതും ചെയ്യും, പക്ഷേ അതിന് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഡോണർ ഇപ്പോൾ കൊടുക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുന്നത്, അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇതാണ് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പിന്നെ അല്ലാതെ ബന്ധുക്കൾക്കും പിന്നെ സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാം കൊടുക്കാം. അപ്പം അങ്ങനെ ആരെങ്കിലും ഡോണർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത്, ആദ്യം ഈ ഡോണർ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആണോ നോക്കും. പിന്നെ ഡോണർ കംപ്ലീറ്റ് ഹെൽത്തി ആണോ നോക്കും. ഡോണറിന് ഷുഗർ ഉണ്ടാകാൻ പാടില്ല. ഡോണറിൻ്റെ എല്ലാം ഹെൽത്തി ആണോ നോക്കും. പിന്നെ ഈ വാങ്ങിക്കുന്ന ആൾ എല്ലാം ഹെൽത്തി, അയാൾക്ക് അണുബാധയൊന്നും ഇല്ല, ബാക്കി കാര്യങ്ങളെല്ലാം നോക്കും. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഇവർ രണ്ടുപേരും ബ്ലഡ് തമ്മിൽ മാച്ച് ചെയ്ത് നോക്കും. ക്രോസ് മാച്ച് എന്ന് പറയും. ഇത് തമ്മിൽ ചേരുന്നു, വയ്ക്കുന്ന കിഡ്നിയോട് ഇരിക്കുമോ എന്നുള്ളത്. അതിന് കുറച്ച് സോഫിസ്റ്റിക്കേറ്റ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അതെല്ലാം ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഈ ഡോണറേയും കൊടുക്കുന്നയാളുടെയും വാങ്ങിക്കുന്നയാളുടെയും കുറേ ഡോക്ടേഴ്സൊക്കെ നോക്കി അവരെല്ലാം ഫിറ്റാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവസാനം നമ്മൾ ഓപ്പറേഷനിലോട്ട് പോകും. ആ പോകുന്നതെന്ന് പറയുന്നത് രണ്ടുപേരും ഒരുമിച്ചായിരിക്കും തിയേറ്ററിൽ കൊണ്ടുപോകുന്നത്. കൊടുക്കുന്ന ആളുടെ നിന്ന് വൃക്ക എടുത്ത് വയ്ക്കുന്ന ആളുടെ കാലിലോട്ടുള്ള രക്തക്കുഴൽ, അത് നമ്മൾ പഴയ കിഡ്നി അവിടെ ഉള്ള കിഡ്നി മാറ്റത്തില്ല, ആ കിഡ്നി അവിടെ തന്നെ കാണും. ഇത് സാധാരണയിൽ വലതുവശത്ത് വയറിൻ്റെ താഴെയായിട്ട് കാലിലോട്ട് പോകുന്ന രക്തക്കുഴലിൻ്റെ അവിടെ ഇങ്ങനെ തുന്നിപ്പിടിപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അപ്പോൾ അതിൽ നിന്ന് ആ ഒരു കിഡ്നി പ്രവർത്തിച്ച് തുടങ്ങും. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ഡോണറെ സെലക്ട് ചെയ്യുന്ന കാര്യം, കുടുംബാംഗങ്ങൾക്ക്, രോഗിക്കും കുടുംബാംഗങ്ങൾക്കും, പ്രത്യേകിച്ച് കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് ഡോണർ എങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു മേജർ കൺസേൺ ആണ് ഡോണറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമോ, അതിനെക്കുറിച്ച് സാറിന് എന്താ പറയുന്നത്? അതായത് ഈ ട്രാൻസ്പ്ലാന്റ് സർജറി ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഈ രോഗിയല്ലാത്ത ഒരാളിൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരേ ഒരു സർജറി ഡോണർ സർജറി മാത്രമേ ഉള്ളൂ. കൊടുക്കുന്ന ആൾ വേറെ അല്ല ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ട്രാൻസ്പ്ലാന്റിലെ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് ഈ റെസിപ്പിൻ്റെ വാങ്ങിക്കുന്ന ആൾ രോഗിയാണ്. അപ്പോൾ രോഗിക്ക് ചിലപ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ടാവാം. ഈ കിഡ്നി വെച്ച കിഡ്നിയോട് ഇരിക്കാം, ചില ഫംഗ്ഷൻ പ്രശ്നം ഉണ്ടാവാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാം. പക്ഷേ കൊടുക്കുന്ന ആളിന് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് കൊടുക്കുന്ന ആൾ 100% ഫിറ്റാണെന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് എല്ലാം സർട്ടിഫൈ ചെയ്താൽ മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പലപ്പോഴും പഠനങ്ങൾ കാണിക്കുന്നത്, ഇപ്പം ഞാൻ ഒരാൾ സ്വന്തം ഭർത്താവിന് കിഡ്നി കൊടുത്തു. അയാളുടെ കൂടെ സ്കൂളിൽ 40 പേര് പഠിച്ചെന്ന് വെച്ചോളൂ. 40 പേരുള്ള ഒരു 5ാം ക്ലാസ്സിൽ 40 പേരുണ്ടായിരുന്നു. പിന്നെ ഈ 39 പേര് കിഡ്നി കൊടുക്കേണ്ടി വന്നില്ല, ഇയാൾ കൊടുക്കേണ്ടി വന്നു. ഈ 39 പേരുടെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി 90 വയസ്സാണെന്നുണ്ടെങ്കിൽ ഈ കിഡ്നി കൊടുത്തവർ അതിനേക്കാളും കൂടുതൽ ജീവിക്കും, 95 വയസ്സിൽ ജീവിക്കും. അത് ഈ കിഡ്നി കൊടുത്തോണ്ടല്ല, കാരണം ഇവർ എല്ലാ ടെസ്റ്റും ചെയ്ത് അസുഖമൊന്നുമില്ലെന്ന് ഉറപ്പ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അവർ കൂടുതലും ജീവിക്കാൻ ചാൻസ് കൂടുതലല്ലേ. മറ്റേ 39 പേരിൽ ആർക്ക് അസുഖം ഉണ്ടെന്ന് അറിഞ്ഞൂടല്ലോ. അതാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ. അപ്പം അതാണ് കൊടുക്കുന്ന ആളിന് ഒന്നും സംഭവിക്കത്തില്ല എന്നത് ഉറപ്പാണ്. പക്ഷെ വാങ്ങിക്കുന്ന ആളിന് ഓപ്പറേഷൻ സമയത്തും അതിനുശേഷം കോംപ്ലിക്കേഷൻ വരാം, മരുന്നുകൾ ലൈഫ് ലോങ് കഴിക്കണം, ഫോളോ അപ്പ് വേണം. കൊടുക്കുന്നതൊക്കെ ഓപ്പറേഷൻ്റെ സാധാരണ ഒരു റിസ്ക് അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള റിസ്ക്കും ഇല്ല. SUT ഹോസ്പിറ്റലിന്റെ ആരംഭകാലം മുതൽക്ക് തന്നെ ഒരുപാട് പേഷ്യൻസ് ഇവിടെ കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വിധേയരായിട്ടുണ്ട്. നിങ്ങളുടെയും ഒരുപാട് പേഷ്യൻസ് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫോളോ അപ്പും അവരുടെ ഒരു ജീവിതശൈലിയും എല്ലാം
പിന്നീട് ഒ പിയിൽ അവരെ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള നല്ല എക്സ്പീരിയൻസസ് ഒന്ന് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും നെഫ്രോളജിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. കാരണം ഞങ്ങളുടെ രോഗികളെല്ലാം ഈ CKD എന്ന് പറഞ്ഞാൽ ഒരുപാട് സഫർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ അതും കാണുന്നുണ്ട്. ഞങ്ങൾ ഒരു ബിഗ് പിക്ചർ നോക്കുകയാണെങ്കിൽ അവർ സഫർ ചെയ്തുകൊണ്ടിരുന്ന ആ സമയം മുതൽ ട്രാൻസ്പ്ലാന്റിൻ്റെ ആ ഒരു ഘട്ടത്തിലൂടെ പോകുന്നതും അതിനുശേഷം ഇമ്പ്രൂവായി വരുന്നതും എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ കോൺട്രാസ്റ്റാണ്. ആദ്യം ഉണ്ടായിരുന്നതും തിരിച്ചു വരുന്നതും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പിക്ചറാണ്. ആദ്യം നടന്നു വന്നിരുന്നൊരു വീൽ ചെയറിലോ ട്രോളിയിലോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നവർ പിന്നീട് ഫാമിലി ആയിട്ട് വന്ന് പലപ്പോഴും ജോലിയുടെ ഇടയ്ക്ക് അരമണിക്കൂർ എടുത്തൊക്കെ വന്ന് ചെക്കപ്പിന് വന്ന് പോകുന്നവരുണ്ട്. അങ്ങനെ അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്നൊരു ആസ് എ ഡോക്ടർ ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ തൊട്ട് മുൻപത്തെ ട്രാൻസ്പ്ലാന്റ് ഒരു 35 വയസ്സുള്ളൊരു പയ്യനായിരുന്നു. അവനും വൈഫാണ് ഡോണർ. പിന്നെ 2 കുഞ്ഞു കുട്ടികളുണ്ട്, 2.5 വയസ്സും 3.5 വയസ്സുമാണ്. അവർ ഈ ചെക്കപ്പിന് വന്ന സമയം മുതൽ ഇവർക്ക് വലിയ ഫാമിലി സപ്പോർട്ടില്ല. അതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഇവരെങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ ആണ് വന്നത്. അപ്പം ഡയാലിസിസിന് വരുമ്പോൾ ഇവർക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടാക്കാൻ സ്ഥലമില്ല. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ നമ്മുടെ ബാക്കി ബൈസ്റ്റാൻഡേഴ്സിൻ്റെ കൂടെയും ഹോസ്പിറ്റലിലുള്ള ഒരുവിധം എല്ലാ സ്റ്റാഫിനും അവരെ അറിയാം. അങ്ങനെ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്താണ് മുന്നോട്ട് പോയിരുന്നത്. ഇപ്പം അത് കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു, ഹസ്ബൻഡും വൈഫും നന്നായിട്ടിരിക്കുന്നു. അപ്പം അതിനുശേഷം അവനൊരു കട തുടങ്ങി, ഒരു ഷൂസിൻ്റെ കട. വൈഫ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന ആളാണ്. അവൾ അതിൻ്റെ ബിസിനസ്സായിട്ട് മുൻപോട്ട് പോകുന്നു. പിള്ളേരിപ്പം കുറേ നാളായിട്ട് അവരുടെ സ്കൂളിംഗ് മുടങ്ങിയിരിക്കുന്നു ഈ ഡയാലിസിസിന് വരുന്ന സമയത്ത്. കുഞ്ഞുങ്ങൾ ഈ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ജോയിൻ ചെയ്തതിൻ്റെ ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബിസിനസ് നന്നായി പോകുന്നു. കഴിഞ്ഞ ദിവസം എന്നോട് ഇതുപോലെ തന്നെ ഒരു അരമണിക്കൂറിനിടയ്ക്ക് ഓടി വന്നിട്ട് മാഡം ഞാൻ കടയിൽ നിന്ന് ഇറങ്ങിയതാണ് എന്നും പറഞ്ഞ് വന്ന് റിപ്പോർട്ട്സൊക്കെ കാണിച്ചിട്ട് പോയി ഓടിപ്പോയി. അപ്പോൾ ഒരു രോഗിയാണെന്ന് ശരിക്കും പറഞ്ഞാൽ ആളെ കണ്ട ആർക്കും പറയാൻ പറ്റില്ല. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ ട്രാൻസ്പ്ലാന്റ് നമ്മുടെ ഡോക്ടർ നയന പറഞ്ഞതുപോലെ തന്നെ, അതായത് നമ്മളൊരു രോഗിയെ കാണുന്നുണ്ട്. അതായത് രോഗി ആദ്യമായിട്ട് ഒരു കിഡ്നി അസുഖം കണ്ടുപിടിക്കപ്പെടുമ്പോൾ അത് ഭയങ്കര ഷോക്കിംഗ് ആണ്. പലപ്പോഴും ഈ താമസം കണ്ടുപിടിക്കപ്പെടുന്നതുകൊണ്ട് ഒരു ഛർദിലും ഒക്കെ വന്ന് കാഷ്വാലിറ്റി വരുമ്പോഴായിരിക്കും ക്രിയേറ്റീവ് 10-12. അതുവരെ നോർമലായിട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോഴാണ് അവർ രോഗിയാവുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അവർക്ക് ഷോക്ക്ഡ് ആവും. പിന്നെ നമ്മൾ ഡയാലിസിസ് പറയുമ്പോൾ മിക്കവരുടെ എന്താണ് ഡയാലിസിസ് ജീവിതത്തിൻ്റെ ഒരു ഇതാണ്. ഡയാലിസിസ് പറഞ്ഞാൽ എന്തോ നഷ്ടപ്പെടുന്ന രീതിയിലാണ്. അപ്പോൾ അതെല്ലാം അവരുടെ ഫാമിലി ഷോക്ക്, ആ ഒരു ക്രൈസിസ് പീരീഡ്, പിന്നെ ഡയാലിസിസ് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കഴുത്തിൽ ട്യൂബ് ഇടുക, ബുദ്ധിമുട്ട്, അതിൻ്റെ കഷ്ടപ്പാട്, ഇതെല്ലാം കഴിഞ്ഞ് അവർ നമ്മുടെ മുമ്പിൽ വരെയാണ്. പിന്നെ അവർ ട്രാൻസ്പ്ലാന്റ് ആലോചിക്കുന്നു, അതിൻ്റെ സാമ്പത്തികം അന്വേഷിക്കുന്നു, അതിൻ്റെ കുറേ ടെസ്റ്റുകൾ നടത്തുന്നു. അതിൽ തന്നെ ചിലപ്പോൾ അമ്മ കൊടുക്കാമെന്ന് പറഞ്ഞ് വരും. അമ്മയിലെ ടെസ്റ്റ് കുറച്ച് ചെയ്യുമ്പോഴായിരിക്കും അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖം കണ്ടുപിടിക്കുന്നത്. പിന്നെ അമ്മയെ പോകും. അങ്ങനെ അതിൻ്റെ വിഷമം ഇതൊക്കെ നമ്മൾ കണ്ട് അവസാനം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ശേഷം 7 ദിവസം കഴിഞ്ഞ് അവർ വീട്ടിൽ നടന്നാണ് പോകുന്നത്. ട്യൂബ് ഒന്നും കാണുന്നില്ല, വീട്ടിൽ നടന്നാണ് പോകുന്നത്. അപ്പോഴവർക്ക് സംശയമായിരിക്കും, അയ്യോ എൻ്റെ കിഡ്നി ഇരിക്കും. ഭയങ്കര ടെൻഷനായിരിക്കും അവർക്ക്. പിന്നെ അത് കഴിഞ്ഞ് ആഴ്ച ഒരു ദിവസം വന്നു, 2 ദിവസം, ഒരു 2-3 മാസമൊക്കെ അവർക്ക് മനസ്സിലാവും കിഡ്നിയെ കുഴപ്പമൊന്നും വരത്തില്ല, എല്ലാം ഓക്കെ ആണെന്ന്. അവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസം. പിന്നെയാണ് അവരുടെ ജീവിതത്തിൽ നല്ല മനോഹരമായ ഒരു കാലഘട്ടം തുടങ്ങുന്നത്. പിന്നെ അവർ നല്ല ആക്റ്റീവ് ആവും, അവർ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നോക്കും, അവർ ഇതുപോലെ ബിസിനസ്സൊക്കെ തിടും, അവർ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മനുഷ്യൻ വളരെ വിഷമിച്ചിട്ട് അതിൽ നിന്ന് പിന്നെ തിരിച്ചു വരുന്നത്, ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വന്ന് നോർമൽ ജീവിതത്തിലോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതൊരു ഭാഗ്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ രോഗിയെ സാധാരണ നമ്മളെ SVT ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇവിടെ തന്നെ രോഗികൾ വന്ന് നമ്മൾ തന്നെ എല്ലാം ചെയ്ത് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ്. അപ്പോൾ രോഗിയുടെ കഷ്ടപ്പാട് കാണുന്നു, രോഗി മെച്ചപ്പെടുന്നത് കാണുന്നു, രോഗിയുടെ വേറൊരു ജീവിതം കാണുന്നു, ഒരു പുതുജീവിതം കാണുന്നു. അത് നമുക്ക് വളരെ വളരെ സന്തോഷം ഉള്ള ഒരു കാര്യമാണ് ഇങ്ങനെ കാണുന്നതെന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ അടുത്തൊരു ഷോറൂമിൽ ഒരു ഈ ഓട്ടോമൊബൈൽ ഷോറൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, 21 വയസ്സുള്ള, അവനിതുപോലെ പെട്ടെന്ന് തലവേദന വന്ന് അവന് അസുഖം വന്നു. അവൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങ് തകർന്നു പോയി. പിന്നെ ഡയാലിസിസ് തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഡയാലിസിസ് അവന് രോഗിയായിട്ട് മാറി. ഒരു ചെറുപ്പക്കാരൻ്റെ സ്വപ്നങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവൻ അത്രയും വിഷമിച്ച് പിന്നെ അത് കഴിഞ്ഞ് അവൻ്റെ അമ്മ വന്നു, കിഡ്നി കൊടുത്തു, നോർമലായി. 6 മാസം കഴിഞ്ഞ് അതേ ഷോറൂമിൽ തന്നെ ജോയിൻ ചെയ്തു. അതായത് അവൻ ഒരുവിധം മെച്ചപ്പെട്ടിരുന്നപ്പോൾ ചോദിച്ചു, ഞാൻ നീ ജോയിൻ ചെയ്യും. അപ്പോഴത്തേക്കും 5 മാസമായപ്പോൾ അവിടെ പോയി പറഞ്ഞു. അവർ വളരെ ഹാപ്പി ആയിരുന്നു അതിന് എടുക്കാൻ വേണ്ടിയിട്ട്. 6 മാസം അവൻ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവൻ അവിടെ നിന്ന് ബൈക്കിൽ വന്ന് കണ്ടിട്ട് അവങ്ങ് പോകും. മനസ്സിലായില്ലേ? അപ്പം അതൊക്കെ നോക്കുക. സിംഗപ്പൂരിലൊരു പേഷ്യൻറ്റ്, നമ്മുടെ ഒരു പേഷ്യൻറ്റ് പരിചയപ്പെട്ട് വന്നത്, ഒരു ലേഡി. അപ്പം നമ്മുടെ ഒരു പേഷ്യൻറ്റിൻ്റെ പരിചയത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു, അവരോട് വന്നു, ട്രാൻസ്പ്ലാന്റ് ചെയ്തു. 6 മാസം സിംഗപ്പൂരിൽ പോയി. ഇവിടെ മുമ്പ് ചെയ്ത ട്രാൻസ്പ്ലാന്റ്, വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ട്രാൻസ്പ്ലാന്റ്, ഒരിക്കൽ എനിക്ക് ഒരു ഫോൺ കോൾ വരുന്നു. നമ്മുടെയൊക്കെ ഫോൺ കോൾ അവരിലുണ്ട്, ഫോൺ നമ്പറൊക്കെ ഉണ്ട്. എന്താ പറയുക, ഒരു കന്നഡയിലൊരു ഡോക്ടർ വിളിച്ചിട്ട് പെട്ടെന്ന് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ പേഷ്യൻ്റ് ഇവിടെ ഒരു ഡയറി ആയിട്ട് വന്ന് മരുന്ന് ഇത് കൊടുക്കാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇദ്ദേഹം ഒരു ബിസിനസ് ടൂറായിട്ട് ഇദ്ദേഹം സ്വന്തമായിട്ട് ലോറി വലിയൊരു ട്രക്ക് ഒട്ടിച്ച് ബാംഗ്ലൂർ പോയിട്ടൊക്കെ വരികയുണ്ട്.
ട്രാൻസ്പ്ലാന്റ് പേഷ്യൻ്റാണ്, ബാംഗ്ലൂർ പോയിട്ടുണ്ട്. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഒരു ചെറിയ ഡയറി വന്നപ്പോൾ, ലൂസ് മോഷൻ വന്നപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ച് അവൻ എൻ്റെ നമ്പർ കൊടുത്തു. അപ്പോൾ അവർ വിളിച്ച് നമ്മളെ മരുന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിളിച്ചു. അപ്പം ഇതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമുണ്ട്. ഒരു പുതു ജീവിതത്തിലോട്ട് പോകുന്നത് നമുക്ക് അങ്ങനെയല്ലേ, നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ. ഒരു കഷ്ടപ്പാടിൽ നിന്ന് പുതുതായിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ഫീൽഡിലും അത് നമുക്ക് ഇപ്പം തന്നെ ഒരു ക്രിക്കറ്റ് പ്ലെയർ വളരെ ഫോം ഔട്ട് ആയിരുന്നിട്ട് പിന്നെ പെട്ടെന്ന് നല്ല കളി നമുക്കൊരു സന്തോഷം കാണും, അത് കാണാം. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ഒരു ഗുണം അതാണ്. ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പുതിയ ജീവിതത്തിലോട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതൊരു 35-40 സാധാരണ വൃക്ക അസുഖങ്ങൾ പലപ്പോഴും ചെറുപ്പക്കാർക്ക് വരുന്നത് 30-35 വയസ്സിലൊക്കെയാണ്. 2 കൊച്ചു കുട്ടികളുമായിരിക്കും. അപ്പോൾ അപ്പോൾ അങ്ങ് തകർന്നു പോവുകയാണെങ്കിൽ ആ കുടുംബം തകർന്നു പോകും. ഒരു 35 വയസ്സിലൊരു കിഡ്നിയെ കിട്ടി നല്ലോണം ഇരിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം കാര്യങ്ങൾ എല്ലാം നടന്ന് ആ കിഡ്നി 15-20 വർഷം ഒരുവിധം നല്ലോണം പോകും. 35-40, 50-55 വയസ്സ് വരെയൊക്കെ കിഡ്നി പോകും. പിന്നെ ചിലപ്പോൾ കുറച്ച് പ്രശ്നം വന്നിരിക്കും, എന്നാലും അത് പയ്യെ പോയി നിയർലി അവർക്കൊരു നോർമൽ ലൈഫ് കിട്ടുന്നുണ്ട്, അവരെ കുടുംബത്തെ ഉദ്ദേശിച്ച ലെവലിൽ എത്തിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ വൃക്ക മാറ്റിവയ്ക്കലിൻ്റെ ഏറ്റവും വലിയ ഇത്. പക്ഷേ അതിന് കുറച്ച് ഒരു കാര്യം കൂടെ പറയുന്നത്, ഈ ഡിസ്കഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടീം വർക്കാണ്. ഞങ്ങൾ നെഫ്രോളജിസ്റ്റിൻ്റെ ഫോളോ അപ്പിലുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ചെയ്യുന്നത് യൂറോളജിസ്റ്റാണ്, വാസ്കുലർ സർജനാണ് ഇതിൻ്റെ രക്തക്കുഴലുകൾ തുന്നിച്ചേർക്കുന്നത്, അനസ്തെറ്റിസ്റ്റിന് ഈ സർജറി സമയത്തുള്ള ഒരു കോംപ്ലിക്കേഷനും വരാതെ മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നമ്മുടെ SUTയിലെ ടീം ഭയങ്കര നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ട്രാൻസ്പ്ലാന്റ് ഡേയിൽ രാവിലെ എല്ലാവരും നേരത്തെ വന്ന് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 1 വീക്ക് മുമ്പേ എല്ലാവരും ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്താണ് പ്രൊസീജിയറിലോട്ട് പോകുന്നത്. ആ പ്ലാനിങ്ങിൻ്റെയും ഇംപ്ലിമെൻറ്റേഷൻ്റെയും ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത്. ആ ഒരു ടീം വർക്കിൽ ഈ ടീമിന് ഫുള്ളായിട്ട് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നെക്സ്റ്റ് ഡേ വന്ന് എല്ലാവരും വന്ന് ചോദിക്കും എങ്ങനെയുണ്ട്. അതൊരു ഭയങ്കര പോസിറ്റീവ്. ഇപ്പം തന്നെ അനസ്തീഷ്യ ഡോക്ടേഴ്സ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിട്ട് എല്ലാ ദിവസവും നോക്കും ക്രിയറിന് എത്രയും നോക്കും. അതുപോലെ തന്നെ എല്ലാവരും. അപ്പോൾ ഇതൊരു ടീം എന്ന് പറഞ്ഞല്ലോ, നെഫ്രോളജി, യൂറോളജി, അനസ്തീഷ്യ, ഇതൊരു ടീമാണ്. പിന്നെ ഈ പേഷ്യൻറ്റിനെ ക്ലിയർ ചെയ്യിപ്പിക്കുന്ന എല്ലാവരും, ഇപ്പോൾ കാർഡിയോളജിസ്റ്റിനെ ക്ലിയറൻസ് ചോദിക്കും, ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ ക്ലിയറൻസ് ചോദിക്കും. അപ്പോൾ എല്ലാവരുടെയും അവരുടെ സൈഡിൽ നിന്ന് ഫിറ്റ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ രോഗിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരെല്ലാം വന്ന് ഉടനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. അതുപോലെ തന്നെ പറയേണ്ട കാര്യമാണ് ഈ പേഷ്യന്റിനെ ട്രാൻസ്പ്ലാന്റിന് ഫിറ്റ് ആക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ ഡയാലിസിസ് യൂണിറ്റ്. ഡയാലിസിസ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലെ പ്രൈവറ്റ് സെക്ടറിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. സ്റ്റേറ്റ് ഓഫ് ദാറ്റ് ഇപ്പോഴും ആ നിലവാരം കാത്തുസൂക്ഷിച്ച യൂണിറ്റ് ആണ്. അപ്പം ഈ ഡയാലിസിസിന് അവരാണ് ഈ നല്ല ഡയാലിസിസ് ഫിറ്റ് ആക്കുന്നത്. അപ്പോൾ ഈ പേഷ്യൻസ് എല്ലാം അവരോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ അത് ഈ ട്രാൻസ്പ്ലാന്റിന് പോയാലും അവർ നമ്മളെ കാണാൻ വരുമ്പോൾ ഡയാലിസിസിൽ നിന്ന് പോയി എല്ലാവരും ഒന്ന് കണ്ടൊരു ഹായ് പറഞ്ഞു. അപ്പോൾ ഈ സന്തോഷമാണ്. അവർ നമ്മളെ കണ്ട് OP കഴിഞ്ഞാൽ മേളിലൊന്ന് പോയി ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുപോലെ ട്രാൻസ്പ്ലാന്റ് ICUലെ സ്റ്റാഫ് അവരെന്ന് പറയുന്നത് ആ 7 ദിവസം ഒരു 5 സ്റ്റാഫാണ് യൂഷ്വലി നിൽക്കുന്നത്. അപ്പോൾ അവരങ്ങ് ഫുൾ ടൈം അവരുടെ കൂടെ നിൽക്കുകയാണ്. അവരോട് അത്ര ബോണ്ടിങ് അങ്ങ് ഫോം ചെയ്യും. എന്നിട്ട് ഈ ട്രാൻസ്പ്ലാന്റ് പോയതിന് ശേഷം പല സംശയങ്ങളും അവരെ വിളിച്ച് ചോദിക്കുന്നത്. അവർക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം അറിയാം. എല്ലാം അവരെ വിളിച്ച് ചോദിക്കും, ആ മരുന്ന് ഈ സമയത്ത് കഴിക്കണോ, ഈ സമയത്ത് കഴിക്കണോ. പിന്നെ ഇവിടെ മുമ്പുണ്ടായിരുന്നു ഇവിടുന്ന് സ്റ്റാഫ് നഴ്സുമാർ, ട്രാൻസ്പ്ലാന്റേഷൻ സ്റ്റാഫുകാർ ഇവിടുന്ന് മാറി ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അവർക്ക് വരെ ഇവരോട്ട് കോൺടാക്റ്റ് ഉണ്ട്. ഇവരുടെ ബർത്ത്ഡേ വിഷസ് കോൺടാക്റ്റ്, അത് ഭയങ്കര ട്രാൻസ്പ്ലാന്റ് ICU സ്റ്റാഫ് തമ്മിലുള്ള ബന്ധം ഭയങ്കര ബന്ധമാണ്. എന്തിനേറെ പറയുന്നു, ഈ ലോകത്തിലെ ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് നടന്ന പേഷ്യന്റ് കല്യാണം കഴിച്ചത് ട്രാൻസ്പ്ലാന്റ് ICUലെ സ്റ്റാഫിനെയാണ്. അങ്ങനത്തെ രീതിയിലൊരു ബോണ്ടിങ് ആണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ICU എന്ന് പറയുന്നത്. അത്ര ഇതാണ്. ഇതുവരെ ഒരു പേഷ്യന്റ് ഒരു കംപ്ലൈന്റ് പോലും പറഞ്ഞിട്ടില്ല. അവരാണല്ലോ 24 മണിക്കൂർ നോക്കുന്നത്. ചെറിയ കംപ്ലൈന്റ് പോലും അവർ അപ്പോഴും പിക്ക് ചെയ്ത് നമ്മളെടുത്ത് ഉടൻ തന്നെ ഓവർ ഫോൺ ചെയ്യും. അങ്ങനെ ഇതൊരു ടീം വർക്കാണ്. ഇപ്പോൾ ഒരു ഡയാലിസിസ് എന്ന് പറയുന്നത് ഒരു നെഫ്രോളജിസ്റ്റിന്റെ ഡൊമൈനാണ്, നമുക്ക് ചെയ്യാം. അതേപോലെ ഒരു കിഡ്നി സ്റ്റോൺ മാറ്റുക എന്നുള്ളത് യൂറോളജിസ്റ്റിന്റെ ഡൊമൈനാണ്, അവർക്ക് ചെയ്യാം. അത് വേറെ ആൾക്കാരും അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അതേപോലെ ഒരു CABG എന്നുള്ളത് വാസ്കുലർ സർജന്റെ ഡൊമൈനാണ്, അവർക്ക് ചെയ്യും. പക്ഷേ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു നെഫ്രോളജിസ്റ്റിന്റെയോ യൂറോളജിസ്റ്റിന്റെയോ ആരുടെയോ അല്ല, അതൊരു ടീമിൻ്റെയാണ്. നെഫ്രോളജിസ്റ്റ്, യൂറോളജിസ്റ്റ്, അനസ്തീഷ്യ, ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ കാണുന്ന കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജി, ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ്, സൈക്യാട്രി, എല്ലാവരും കൂടി ഈ പേഷ്യൻറ്റിനെ ഫിറ്റാക്കി അതിലോട്ട് കൊണ്ടുവന്ന് ആണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അതിനുശേഷമുള്ള കെയറിലും ഇപ്പോൾ ഈ പേഷ്യൻ്റ് ലിവർ എൻസൈംസ്, മരുന്ന് കഴിക്കുമ്പോൾ കരളിന്, അപ്പോൾ തന്നെ നമ്മൾ ഗ്യാസ്ട്രോ മാഡത്തിനെ വിളിക്കും, മാഡം ഒന്ന് നോക്കും. ഇപ്പോൾ ചെറിയ നെഞ്ചുവേദന വന്നു ഉടൻ തന്നെ നമ്മൾ കാർഡിയോളജി ക്ലിയറൻസ് ചെയ്തവരെ വിളിക്കും. ഫീമെയിൽ പേഷ്യൻ്റ് ആണെങ്കിൽ ഗൈനക്കോ ഇഷ്യൂ വന്നു, ഗൈനക്കോളജിസ്റ്റ് വരും. ഇതുപോലെ ഇപ്പോൾ ENTയിൽ എന്തെങ്കിലും ഇഷ്യൂ വരെയാണ്, ചെവി വേദന വരെയാണ്, ENT ഡോക്ടറിന് എല്ലാം അറിയാം, എല്ലാം നോക്കി വെച്ചിരിക്കുകയാണ് ചെവിയല്ല. അപ്പോൾ ENT ഡോക്ടറിന് അതൊന്നും അത് ശരി. അതുപോലെ തന്നെ വർക്കപ്പിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു, കിഡ്നി പേഷ്യൻസിന് ഹാർട്ടിന് അസുഖം ഉണ്ടാവും, ലിവറിന്റെ പ്രോബ്ലം ഉണ്ടാവും. അപ്പം നമ്മൾ ട്രാൻസ്പ്ലാന്റിൽ പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന സാധനങ്ങളെല്ലാം സ്റ്റേബിൾ ആക്കിയിട്ട്
പോകാൻ പറ്റുള്ളൂ. അവരുടെ സഹായം അപ്പം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഇതാണ് ഇപ്പം ഈ ഒരു ട്രാൻസ്പ്ലാന്റിന് പോകുന്ന മുമ്പ് നമ്മൾ ആ പേഷ്യന്റിന് അസുഖങ്ങളൊന്നും ഇല്ലെന്ന് എല്ലാ സ്പെഷ്യാലിറ്റീസും നോക്കും. അപ്പം ഇവർക്കെല്ലാം രോഗിയെ പറ്റി നല്ലോണം അറിയാം. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഇവർക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അപ്പം ഈ ഡോക്ടർമാർക്ക് ഈ രോഗിയെ പറ്റി എല്ലാം അറിയാവുന്നതുകൊണ്ട് അവർക്കത് ചികിത്സിക്കാൻ വളരെ എളുപ്പമായിരിക്കും. കാരണം അവരെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അത് കഴിഞ്ഞ് നോക്കി പുതുതായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കഴിയുമ്പം ആ രോഗി നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ എന്താ പറയുക, ഇതാണ് ഹോസ്പിറ്റലിൻ്റെ സ്വന്തം പോലെയാണ്. എന്ന് പറഞ്ഞാൽ ആ രോഗിക്ക് എന്ത് വന്നാലും നമ്മുടെ ഹോസ്പിറ്റലിൽ വരും, നമ്മൾ തന്നെ ചികിത്സിച്ച് എല്ലാം ശരിയാക്കി വിടും. വേറെ എവിടെയെങ്കിലും വിട്ടാൽ പോലും ഇപ്പോൾ അവർ വേറെ എവിടെയെങ്കിലും താമസിക്കാൻ പോയാൽ പോലും അവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരോട് നമ്മൾ കോൺടാക്റ്റിലായിരിക്കും. അവരുടെ ഒരു മരുന്ന് മാറ്റുന്നത് വരെ നമ്മളെ വിളിച്ച് ചോദിച്ചിട്ടേ അവർ മാറ്റത്തുള്ളൂ. ഈ ഞാൻ പറഞ്ഞ സിംഗപ്പൂരുള്ള പേഷ്യൻറ്റിന് അവിടെ വെച്ചൊരു യൂറിനറി ഇൻഫെക്ഷൻ വന്നപ്പോൾ, സിംഗപ്പൂർ അറിയാമല്ലോ, വൺ ഓഫ് ദ ബെസ്റ്റ് ഹെൽത്ത് കെയർ ആണ്. അവിടുത്തെ ഡോക്ടർ അവരുടെ അഡ്വൈസ് ചെയ്തതാണ് നിങ്ങളെ ട്രാൻസ്പ്ലാന്റ് ഹോസ്പിറ്റലിൽ പോയിക്കോളൂ, അവർക്കാണ് കാര്യങ്ങളെല്ലാം അറിയാവുന്നത്. പിന്നെ ആ പേഷ്യൻ്റ്, പനിയായ പേഷ്യൻ്റ് അവിടെ നിന്ന് എമർജൻസി ഫ്ലൈറ്റിൽ ഇവിടെ വന്ന് ഡയറക്റ്റ് നമ്മളെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്ത് ഒരു 3-4 ദിവസം കൊണ്ട് ബെറ്ററായി വീട്ടിൽ പോയി തിരിച്ച് സിംഗപ്പൂർ പോവുകയും ചെയ്തു. അപ്പം ഇതാണ് ആ ഒരു കെയർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഹോസ്പിറ്റൽ മാത്രമല്ല, എല്ലാ നല്ല ട്രാൻസ്പ്ലാന്റ് ഹോസ്പിറ്റൽസ് ഈ ഒരു പ്രോട്ടോകോൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഷോർട്ട് പേഷ്യന്റ് വന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിൽ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഒരു റോളുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ അത് പലർക്കും അറിയാത്തതാണ്, നമുക്കൊരു ട്രാൻസ്പ്ലാന്റ് ICU ഉണ്ട്. ട്രാൻസ്പ്ലാന്റ് ഹോസ്പിറ്റൽസിലെല്ലാം ഒരു ICUവിലെ ഒരു ദിവസത്തെ ചാർജ് ഒക്കെ അറിയാമല്ലോ നമുക്ക്, എന്തോ ഒരു ചാർജാണ് ഒരു പേഷ്യൻ്റ് എടുക്കുമ്പോൾ റെൻറ്റ് ICU റെൻറ്റ് ഇതൊക്കെ അറിയാമല്ലോ. പക്ഷേ ട്രാൻസ്പ്ലാന്റ് സെൻ്ററുകളിൽ, പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച്, നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് ICU അവിടെ തുറക്കത്തില്ല. എന്ത് വന്നാലും നമ്മൾക്ക് ഇപ്പം ഇവിടെ ഒരു പേഷ്യൻ്റ് നമ്മൾ ICU എല്ലാം നിറഞ്ഞു, ഇവിടെ ഒരു പേഷ്യൻ്റ് എടുക്കാൻ പറ്റത്തില്ല, നമ്മൾ ആ പേഷ്യൻറ്റിനെ ICU ഉള്ളൊരു ഹോസ്പിറ്റലിൽ റെഫർ ചെയ്യും. പക്ഷെ എന്നാൽ പോലും നമ്മൾ ട്രാൻസ്പ്ലാന്റ് ICU തുറക്കത്തില്ല. അത് ട്രാൻസ്പ്ലാന്റ് പേഷ്യൻ്റ് മാത്രം വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻ്റ് വന്നു, അപ്പം നമുക്ക് ICU കൊടുക്കണം, ഇത് കൊടുക്കുന്നു. അത് അത്രയ്ക്ക് പ്രയോറിറ്റിയാണ്. അത്രയ്ക്ക് പ്രയോറിറ്റി. അതായത് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്തെന്ന് പറയുന്നത് റീബർത്ത് പോലെയാണ് അല്ലേ. റീബർത്ത് ഇപ്പം സ്വന്തം അമ്മ ഒരു കുഞ്ഞിനെ, അപ്പോൾ അമ്മ കുഞ്ഞിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അതുപോലെ അത് ആ ഒരു കോൺസെപ്റ്റ് ആണല്ലോ. അതുപോലെ തന്നെയാണ് ഈ ഹോസ്പിറ്റല് എല്ലാവരും കൂടി ചേർന്ന് ഒരാൾക്കൊരു പുതുജീവിതം കൊടുക്കുകയാണ്. മനസ്സിലായല്ലോ, ഒരു പുതുജീവിതം കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പുതിയ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഫുൾ സജ്ജമായിരിക്കും. നമ്മളൊരു ICU എപ്പോഴും ഒഴിച്ചിട്ടിരിക്കും. പിന്നെ എപ്പോൾ വന്നാലും നമ്മൾ എവിടെന്നെങ്കിലും ഒരു ബെഡ് ഒപ്പിച്ച് കൊടുക്കും, ഒരു റൂം ഒപ്പിക്കും. മീൻസ് അറിയാമല്ലോ, പലപ്പോഴും ഈ പനിയുള്ള സീസണിലൊക്കെ ഹോസ്പിറ്റൽസിൽ എല്ലാം ബെഡും ICU എല്ലാം ഫുള്ളായിരിക്കും. പക്ഷേ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻ്റ് എന്ന് പറയുന്ന ആ പ്രയോറിറ്റി കൊടുത്തിരിക്കും. അത് ട്രാൻസ്പ്ലാന്റ് ICU ഇപ്പോഴും നോക്കിയാൽ മനസ്സിലാവും, അവിടെ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ട്രാൻസ്പ്ലാന്റ് ഉണ്ട്, ഇപ്പം ട്രാൻസ്പ്ലാന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം പേഷ്യൻ്റ് ഉണ്ട് അവിടെ. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു അടുത്ത ട്രാൻസ്പ്ലാന്റുള്ള ഗ്യാപ്പിലും അത് ക്ലോസ്ഡ് തന്നെ ആയിരിക്കും. അങ്ങനെയാണ്. തീർച്ചയായിട്ടും ഒരു പുനർജന്മമുണ്ട്. അല്ല, അതുപോലെ ഞാൻ പറഞ്ഞാൽ ഒന്നൊരു കാര്യം കൊണ്ടുണ്ട്, ഹോസ്പിറ്റലിൽ പുനർജന്മം പറഞ്ഞെങ്കിലും വൃക്കയുടെ ഈ വിശുദ്ധ ശസ്ത്രക്രിയയിൽ ഏറ്റവും വേല്യുബിൾ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു നെഫ്രോളജി, യൂറോളജി എല്ലാം പറഞ്ഞു, വൃക്ക കൊടുക്കുന്ന ആളാണ്. കാരണം വേറെ ഒന്നുമല്ല, നമുക്കൊരാൾക്ക് ഇപ്പം നമ്മുടെ സ്വന്തം സഹോദരനോ സഹോദരിക്കോ നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുക്കാം, നമുക്ക് വേണമെങ്കിൽ ഗോൾഡ് കൊടുക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, നമുക്ക് വസ്തു കൊടുക്കാം, അതൊക്കെ. പക്ഷേ ഈ വൃക്ക കൊടുക്കുന്ന പലരും സഹോദരൻ, സഹോദരി, അച്ഛൻ, അമ്മ ഇതൊക്കെയാണ്. സ്വന്തം ശരീരത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കുന്ന പറയുന്നത് ഒരു വലിയ കാര്യമാണ്, ഒരു ജീവൻ്റെ. അത് വെറുതെ കൊടുക്കാൻ പറ്റില്ല. എന്നാൽ എടുത്തൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ, എന്നെ കിഡ്നി എടുക്കും, അങ്ങനെ പറ്റില്ലല്ലോ. ഇവർ ഓപ്പറേഷന് പോകണം, ഇവരെ വയറ് കീറും, ഇവരത് എടുക്കും, അവർക്ക് അതിൻ്റെ വേദന സഹിക്കണം, സ്റ്റിച്ചിൻ്റെ വേദന സഹിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്കൊരു അസുഖം വന്നാൽ നമുക്കത് പോവാം, അത് കുഴപ്പമില്ല. നമുക്കൊരു അസുഖം വന്നു, നമുക്കൊരു അപ്പൻഡിക്സ് വന്ന് ഓപ്പറേഷന് പോകണം, കുഴപ്പമില്ല. പക്ഷേ ഒരു അസുഖം ഇല്ലാതെ പോയിട്ട് ഒരു ഓപ്പറേഷൻ ടേബിളിൽ കിടന്ന് ഈ വേദന എല്ലാം സഹിച്ച് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ത്യാഗമാണ്, ഒരു ഏറ്റവും വലിയ ത്യാഗമാണ്. അതാ പറയുന്നത്, ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതാ പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് ഒരു രോഗിക്ക് പുതുജീവിതം കിട്ടുന്നു. പിന്നെ ഒരു വൃക്ക കൊടുക്കുന്നയാളുടെ മഹാത്യാഗം, ത്യാഗം, ഇതെല്ലാം കൂടി കാണുമ്പോൾ ഈ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് സംബന്ധിച്ച് അത്രയും ടെൻഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ റിവാർഡിങ് തരുന്ന, പ്രൊഫഷണൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ റിവാർഡിങ് തരുന്ന ഒരു ദിവസമാണ് ആ ട്രാൻസ്പ്ലാന്റ് ഡേ. അതുപോലെ ട്രാൻസ്പ്ലാന്റിൽ ഈ കിഡ്നി നമ്മൾ എടുക്കുമല്ലോ, ഡോണറിൽ നിന്ന് എടുക്കുമല്ലോ, എടുത്തിട്ട് റെസിപ്പിയൻറ്റിൻ്റെ വെച്ചിട്ട് ഇങ്ങനെ തുന്നിക്കെട്ടിയിട്ട് വയ്ക്കുന്ന സമയത്ത് തന്നെ ആ തുന്നിക്കെട്ടിയിട്ട് രക്തക്കൊള്ളിനെ അടച്ചു വെച്ചിരിക്കുകയായിരിക്കും, തുന്നിക്കെട്ടും. എന്നിട്ട് രക്തക്കൊള്ളിൻ്റെ ക്ലാമ്പങ്ങ് എടുക്കും. അതായത് ഈ റെസിപ്പിയൻറ്റിൻ്റെ വാങ്ങിക്കുന്ന ആളിൻ്റെ രക്തക്കൊള്ളിലോട്ട് ഈ കിഡ്നി തുന്നിക്കെട്ടുകയാണ്. അപ്പോൾ അതിങ്ങനെ തുന്നിക്കെട്ടാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് അതങ്ങനെ അടച്ചു കൂട്ടി വെച്ചിരിക്കും, ഒരു ക്ലാമ്പ്, ഒരു ഇത് വെച്ചിട്ട് അതിങ്ങനെ എടുക്കും. അപ്പം ഈ രോഗിയുടെ രക്തം പുതിയ കിഡ്നിയിലോട്ട് പ്രവഹിക്കും. അപ്പം തന്നെ അതിൽ നിന്ന് മൂത്രം വരും.
അപ്പോൾ ആ മൂത്രം കാണുന്ന നിമിഷമാണ് ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെല്ലാം കൂടം കുടിക്കും, അതിൻ്റെ വീഡിയോ എടുക്കും, എല്ലാവരും സന്തോഷിക്കും. ഡോക്ടർ നയനയുടെ പഠിച്ച ഹോസ്പിറ്റലിലൊക്കെ ആ സമയത്ത് എല്ലാവരും ചുറ്റും കൂടി കൈയടിക്കുമായിരുന്നു എന്നാ പറഞ്ഞത്. കഴിഞ്ഞ ട്രാൻസ്പ്ലാന്റിന് ഡോക്ടർ ഒപിന്ന് വന്ന് കാണാൻ വേണ്ടി മാത്രം നമ്മൾ എത്ര കണ്ടാലും നമ്മൾ എത്രയോ കാണും, നമ്മളുടെ മാസം 100 ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ എത്രയോ കാണുന്നു, പഠിച്ച സമയത്ത് എത്രയോ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അത് കാണുന്നത് ഒരു വലിയൊരു സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. ഓരോ പേഷ്യന്റ് യൂണിക്കാണ്. അതുപോലെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ വരണമെന്നില്ല. അപ്പോൾ അത് വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ നയന ആൻഡ് ഡോക്ടർ വിഷ്ണു. നിങ്ങളുടെ അറിവുകളും അനുഭവങ്ങളും നമുക്ക് പങ്കുവച്ചതിന് മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.